നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ 26-ാം തീയതിയാണ് ഇസ്രായേൽ സൊമാലിലാൻഡ് എന്നുള്ള രാജ്യത്തെ അംഗീകരിച്ചിരിക്കുകയാണ്. ചെങ്കടലിന്റെ പുതിയ കാവൽക്കാരൻ ആരൊക്കെയാണ്? ഇസ്രായേൽ, UAE, പിന്നെ അമേരിക്ക. ഇടനിലക്കാരൻ ആരാണ്? UAE. ഒരുപാട് കഥകളിലേക്ക് കടന്നു വരണം. ഈ ഹർഗൂസ എന്ന് പറയുന്ന സൊമാലിലാൻഡ് തലസ്ഥാനത്തിലേക്ക്, ഹർഗീസയിലേക്ക് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് കുറെ ആളുകൾ എയർപോർട്ടിൽ വന്നിറങ്ങും. അവരുടെ പാസ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് അഗ്രികൾച്ചറൽ എക്സ്പേർട്ട്, സോളാർ കൺസൾട്ടന്റ്. ഇവർ കർഷകന്മാരാണോ? അല്ല. ഇവർ ശരിക്കും മൊസാദിന്റെ എഞ്ചിനീയർമാരും യൂണിറ്റ് 8200-ന്റെ സ്പെഷ്യലിസ്റ്റുമാണ്. അവരോട് വരുമ്പോൾ എയർപോർട്ടിൽ ചോദിച്ചു, എന്താണ് ജോലി? കർഷകരാണ് മാഡം, കള പറിക്കാൻ ഇറങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ ആക്ച്വലി കളയല്ല പറിക്കുന്നേ, അവരെ നടുന്നത് സെൻസർ നട്ടു. യമനിലേക്കുള്ള പറക്കൽ സമയം കണക്കാക്കി ബർബറ പോർട്ട് നിശ്ചയിച്ചു. എന്തിനാണ് ഇസ്രായേല് സൊമാലിലാൻഡിന് അംഗീകരിച്ചിരിക്കുന്നത് എന്നൊരു ലോകത്തിലെല്ലാം ചർച്ചാ വിഷയമാവുകയാണ്. ഗൾഫ് ഓഫ് ഈഡനില്, മരുഭൂമിയില് ഒരു പ്രദേശം ഒരു കൈയടക്കി ഉണ്ടാക്കിയിരിക്കുന്ന രഹസ്യ സൈനിക നാവിക താവളം. അവിടെ വന്നിരിക്കുന്ന സ്പെഷ്യലിസ്റ്റിലെ യൂണിറ്റ് 8200 അവരെന്താ ചെയ്യുന്നറിയോ? യമനിലേക്കുള്ള പറക്കൽ സമയം കണക്കാക്കി. എന്തിനാണെന്നറിയാവോ പറക്കൽ സമയം കണക്കാക്കുന്നത്? ഇന്ന് ഹൂതികൾ അടിക്കണമെങ്കിൽ 2000 കിലോമീറ്റർ F-35 ഓടിക്കണം. 2000 F-35 പറക്കണമെങ്കിൽ റീഫ്യൂലിംഗ് ജെറ്റ് വേണം. 2000 ആ സമയത്ത് ഇപ്പോൾ F-35 ബാർബറയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്താൽ സനയുടെ മുകളിൽ എത്തുമ്പോഴേക്കും സൈറം വരും. സൈറം തുടങ്ങുന്നതിന് മുമ്പ് അടിച്ചൊടുക്കും. 20 മിനിറ്റ് പോലും വേണ്ട. അതായത് എവിടെ 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 സാബു എന്തേ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ബും 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 കഴിഞ്ഞു. വെറുതെയാണോ സൗദി ഞെട്ടിയിരിക്കുന്നത്? വെറുതെയാണോ യമനിൽ സൗദി UAE പുറകാൻ ആവശ്യപ്പെടുന്നത്? ഞെട്ടിപ്പോയി. ഹോൾ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയം അവസാനിച്ചു, ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതാണ് ട്രംപ് കഴിഞ്ഞ 2 മാസം മുമ്പ് സൽമാൻ രാജാവ് വന്നപ്പോൾ പറഞ്ഞു, എടാ ചെക്ക, വേണമെങ്കിൽ കൂട്ടുകൂടിക്കോ. ആരോട്? UAE-യും ഇസ്രായേലും അമേരിക്കയും കൂടി കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നു. നീയും വേണമെങ്കിൽ അബ്രാഹം എക്കോ എന്നൊരു പേരിന് വേണം കൂടിക്കോ. ഇതാണ് പറഞ്ഞ്. ഇതിൽ ചേരാൻ പറ്റാത്തതിന്റെ രോഷമാണ് UAE-യുടെ കുറെ പോർട്ടിൽ വന്ന് ഒന്നും ഉണ്ടാവില്ല. DP വേൾഡ് എന്നുള്ള UAE-യുടെ രാജാവിന്റെ ഒരു പോർട്ടാണ് നിശ്ചയിക്കുന്നത്. അവരാണ് ഇതിലെ പണം ഇടനിലക്കാരൻ ആരാന്നറിയോ? UAE. ഇന്ത്യയിൽ പ്രകാരം UAE ആണ് പോർട്ടിനുള്ള പണം കൊടുത്തിരിക്കുന്നത്, ലോജിസ്റ്റിക് കവറിങ് കൊടുത്തിരിക്കുന്നത്. കാരണം DP വേൾഡ് ആണ് ലോജിസ്റ്റിക് എല്ലാം കൊണ്ടുവരാമെന്ന്. ഡിപ്ലോമാറ്റിക് അംഗീകാരം കൊടുത്തു പ്രഖ്യാപനത്തിന് മുമ്പ്. ശരിക്കും പറഞ്ഞാൽ താവളം പണിതുയർത്തിയത് UAE ആണ്. 20 മിനിറ്റ് കിൽ സോൺ, 20 മിനിറ്റ് ഹൂതി. അതായത് ഇസ്രായേൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആഫ്രിക്കനെയും മിഡിൽ ഈസ്റ്റിനെയും കൺട്രോൾ ചെയ്യാൻ ഒരു ശക്തിയായി മാറിയിരിക്കുകയാണ്. ഇതിനാണ് പറഞ്ഞ തല വര എന്ന് പറയുന്നത്, ഒരു ചോക്കിംഗ് പോയിന്റ്. റെഡ് സീയിൽ ഇനി ഒരു തരത്തിലും, റെഡ് സീ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു കടൽ വ്യാപാരം ഒരു നാടിയാണ്. കാരണം അവിടെ എപ്പോഴും ഇസ്രായേലിനും കൂട്ടാളികൾക്കും ഈ ഹൂതികളുടെയും ഇറാന്റെയും ഈ പറഞ്ഞ ഡ്രോണുകൾ എല്ലാ സമയത്തും ഒരു തലവേദനയാണ്. ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം UAE-യും ഈ ഇസ്രായേലും കൂടിയാണ് ഇനി ചെങ്കടൽ നിയന്ത്രിക്കാൻ പോകുന്ന. അവിടെ എന്താ സംഭവിക്കാമെന്ന് നിങ്ങൾക്കറിയാവോ? ഫുൾ സമയം 24 മണിക്കൂറും നിരീക്ഷണം ചെയ്യാൻ പോവാൻ ഡ്രോൺ നെസ്റ്റ്, ആകാശത്തെ കണ്ണുകൾ. ഹെർമസ് 900 ഹെറോൺ TP ഡ്രോണുകൾക്കായിട്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഹാങ്ങറുകൾ സജീവമായി. അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? കടലിടക്കിൽ 24 മണിക്കൂർ നിരീക്ഷണം. റെഡ് സീയിൽ പ്രവേശിക്കുന്ന ഓരോ കപ്പലും ഇനി കണ്ണുകൾ ആരുടെ? ഹെർമസ് 900-ന്റെ കണ്ണുകൾക്ക് പരിധിയിലാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗൾഫ് ഓഫ് ഏഡനിൽ കൊത്തിയെടുത്ത സ്വകാര്യ സൈനിക നാവള ഡോക്ക്. അല്ല, DP വേൾഡിന് വേറെ പ്രൈവറ്റ് ഉണ്ട്. DP വേൾഡ് ഇപ്പം അവിടെ വലിയൊരു ഷെയ്ക്കിന്റെ കമ്പനിയാണ്. ഇവിടെ തങ്കൂരം പിടിച്ചിരിക്കുന്ന ഇനി അവിടെ വരാൻ പോകുന്ന F-35 ബലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്കും ഒരു ബങ്കർ ബസ്റ്റ് പോകുമ്പോൾക്ക് പോലും താങ്ങാനാവാത്ത ഉഗ്രത്തിലുള്ള ബങ്കറുകൾ നിശ്ചയിച്ചിരിക്കുകയാണ്. കാരണം അവിടെ ഓൾറെഡി സോവിയറ്റ് യൂണിയന്റെ ഒരു ഹാങ്ങർ ഉണ്ടായിരുന്നു. സോവിയറ്റ് പണ്ടത്തെ അമേരിക്കയുടെ ഈ സ്പേസ് ഷട്ടിൽ എമർജൻസിക്ക് ലാൻഡ് ചെയ്യാവുന്ന ഒരു സംഭവമായിരുന്നു, ഒരു തുറമുഖമായിരുന്നു, തുറമുഖ റൺവേ ആയിരുന്നു. അതിനവർ മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി മാറ്റിയിരിക്കുകയാണ്. ഇതാണ് കഴിഞ്ഞ 4-5 വർഷമായി. ഇനി എവിടെയൊക്കെ പൊന്തി വരും? ഇപ്പൊ ഓക്കെ, പെട്ടെന്ന് ഇപ്പൊ ഈ സൊമാലിലാൻഡ് കേട്ടപ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അല്ലെ. ഇനി എവിടെയൊക്കെ ഇതേപോലെ കള പറിക്കാൻ വേണ്ടി കർഷകന്മാർ ഇറങ്ങി കാണും എന്ന് ചിന്തിച്ചു നോക്കുക. പെട്ടെന്നായിരിക്കും ഒരു ദിവസം നെതന്യാഹു വന്നിങ്ങനെ ഇരിക്കും എന്ന് പറയുമോ, ഇന്ന് മുതൽ ഫ്രം ടുഡേ വി അനൗൺസിങ് സൊമാലിലാൻഡ്
എന്ന് പറയുന്ന പോലെ എത്ര രാജ്യങ്ങളിൽ ഇനി ഇവർ വിഘടിച്ച് ഇവർ പറയും എനിക്ക് ഇതാണ് ഇതാണ് ജൂതന്റെ ബുദ്ധിയും പിന്നെ ഷെയ്ഖിന്റെ കാശും അമേരിക്കയുടെ പിൻബലവും ഉണ്ടെങ്കിൽ ഈ ലോകം ആലോചിച്ച് നോക്കുക. നമ്മുടെ സുഹൃത്ത് ഇതിപ്പോ നുണയാണെങ്കിൽ നിങ്ങൾ തപ്പ് പറ, നുണയല്ലോ ഇത്, സത്യമല്ലേ പറയുന്നേ. കാരണം ഇനിയിപ്പോ ഇവർക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ഒരു മരുഭൂമി കൊടുത്തത് കൊണ്ട് സൊമാലി ലാൻഡിനെ കിട്ടിയിരിക്കുന്നത് വലിയ അന്താരാഷ്ട്ര ലെവലിൽ ഒരു അംഗീകാരമാണ്. സൊമാലി ലാൻഡ് 61 മറ്റോ സ്വാതന്ത്ര്യം കിട്ടിയത് ഒരു മനുഷ്യന് അറിയ പോലും ഇല്ല. 5 നയാ പൈസയുടെ വരുമാനവും ഇല്ല. അവർക്ക് ഇനി വരാൻ പോകുന്ന കടൽ നാടിയാണ്. ഇനി അവിടെ ചെങ്കടലിലെ എല്ലാ വ്യാപാരം അവിടുന്ന് സ്വർണം ഒഴുകും. ഒരു പ്രദേശം, ചെറിയൊരു പ്രദേശം മാത്രം വിട്ടുകൊടുത്തപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും UAEയുടെയും സപ്പോർട്ട്, അവിടെ ഓൾറെഡി അയൺ ഡോമും മറ്റേ ഡേവിഡ് സ്ലിംഗ് ഒക്കെ വരാൻ പോവാണ്. അപ്പൊ ഇനി ഒന്നും പേടിക്കണ്ട. ഇതുപോലെ പല രാജ്യങ്ങളും ഇവര് കൈയടക്കും. ഇനി ലോകത്തെ ഭരിക്കാൻ പോകുന്നത് ഷെയ്ഖും ജൂതനും അമേരിക്കയുമായിരിക്കും. ഇതാണെങ്കിൽ ആ ഒരു ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്ന സുഹൃത്തുക്കളെ.